Hey, hello guys. So this is day 2 of my college vlog. അപ്പോൾ ഗായ്സ് ഇന്നലെ നമുക്ക് ടീച്ചേഴ്സ് അധികം ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നമ്മളുടെ സെമിസ്റ്റേഴ്സൊക്കെ കഴിഞ്ഞു ഗായ്സ്. നമ്മളുടെ ചാപ്റ്റേഴ്സൊക്കെ മൊഡ്യൂൾസൊക്കെ ഫിനിഷായി കഴിഞ്ഞു. സോ അതുകൊണ്ടാണ് അധികം ടീച്ചേഴ്സ് വരാത്തത്. അത് ആക്ച്വലി ക്രിസ്മസ് വീക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ കുറേ ടീച്ചേഴ്സൊക്കെ വാല്യുവേഷനും പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഇന്നലെ കുറേ ഫ്രീ പീരീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപൂർവമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ പീരീഡ്സ് ഒക്കെ കിട്ടുന്നത് തന്നെ. സോ നമുക്ക് ഒരു പീരീഡ് പോലും ഗ്യാപ്പില്ലാണ്ടാണ് എല്ലാ ടീച്ചേഴ്സും വന്നുകൊണ്ടിരിക്കുക. സോ മൊഡ്യൂൾസൊക്കെ ഓവറായത് കൊണ്ടാണ് ഇപ്പം അധികം ടീച്ചേഴ്സൊന്നും ക്ലാസ്സിലില്ലാത്തത്. സോ ഗൈസ് കുറേ അസൈൻമെൻറ്റ്സ് ഇന്നലെ ഇരുന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇന്ന് 4 അസൈൻമെൻറ്റ്സ് ആണ് ഗൈസ് വീട്ടിൽ കട്ട കുത്തിയിരുന്ന് എഴുതി. ഓൾമോസ്റ്റ് അതൊക്കെ ഫിനിഷാക്കി. സോ ഇന്ന് പോയിട്ട് സബ്മിറ്റ് ചെയ്യണം. സോ 2 ഡേയ്സ് എനിക്ക് ക്രിസ്മസ് പരിപാടി ആയിരിക്കും, നാളെയും മറ്റന്നാളൊക്കെ. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സോ ഇന്നും എനിക്ക് കോളേജ് ബസ് ഇല്ല, ഞാൻ KSRTCയിലാണ് പോകേണ്ടത്. സോ അതുകൊണ്ടാണ് ഞാൻ ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ. അല്ലെങ്കിൽ കോളേജ് ബസ്സിന് ഞാൻ വീട്ടിൽ നിന്ന് 7:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങും. സോ അങ്ങനെ. സോ ഇന്ന് മോർണിംഗ് ഫുഡ് എന്ന് പറയുന്നത് ദോശയാണ്. പിന്നെ നമ്മളുടെ മധുരക്കിഴങ്ങുണ്ട്, കുറച്ച് ചീര, പിന്നെ സാമ്പാർ, പിന്നെ അവഗാഡോയിൽ സലാഡൊക്കെ മേക്ക് ചെയ്തിട്ട് ചേച്ചിയുടെ പ്രിപ്പറേഷനാണ് ഗൈസ്. സോ അതാണ് മോർണിംഗ്. സോ കഴിച്ചിട്ട് കാണാം. ഈ ഒറ്റൊരു കുട്ടി കാരണമാണ് നമുക്ക് വെറുതെ കോളേജിൽ ലേറ്റ് ആവും. അല്ലെങ്കിൽ ഈ ബസ്സിൽ അവന്മാർ കയറും. വെറുതെ ലേറ്റ് ആയിട്ട് വരും. നമുക്ക് ആ ഫസ്റ്റ് പീരീഡ് അറ്റൻഡൻസ് കിട്ടും. അറ്റൻഡൻസ് പോയി ഇവിടെ വെയിറ്റ് ചെയ്യും. എനിക്ക് വേണ്ടി ആരും വെയിറ്റ് ചെയ്യണ്ട. കയറി പോകാം ബസ്സിൽ. ക്ലാസ്സിൽ കട്ടടിച്ചിട്ട് നിൽക്കുന്നു. ഇല്ല ഞാനല്ല കേട്ടോ. ആരും അറിഞ്ഞില്ല, നമ്മൾ മാത്രമേ അറിഞ്ഞുള്ളൂ. ഇപ്പം എല്ലാവരും അറിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കഴിച്ച് തീർത്ത്. കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ആലോചിച്ചത് അയ്യോ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി എനിക്ക്. പിന്നെ ഒരാൾ പൊങ്കൽ കൊണ്ടുവന്നു, ദോശ കൊണ്ടുവന്ന്, ചോറ് കൊണ്ടുവന്ന്, മുട്ട കൊണ്ടുവന്ന്, പരിപ്പ് കൊണ്ടുവന്ന്, മീനി കൊണ്ടുവന്ന്, ചിക്കൻ കൊണ്ടുവന്ന്, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് എല്ലാവരും വയറ് നിറഞ്ഞിരിക്കുകയാണ്. കുറച്ച് വായിക്കത്തെ ചുമ കിട്ടിയിട്ട് എനിക്ക് തിന്നാം. അങ്ങനെ ഇവരൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ 3 പേരും ക്ലാസ് കട്ടടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സോ ഗൈസ് ആക്ച്വലി ഇവിടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും പരിപാടിക്ക് പോയി. ഞാനാണ് മറ്റേ ആട്ടിടയൻ. പറഞ്ഞോട്. ആട്ടിടയൻ. ഞാൻ ജീസസിന്റെ ആട്ടിടയൻ ഇവളാണ്. ആട്ടിടയനായിട്ട് അഭിനയിക്കാൻ പോകുന്നത് അവളാണ്. സോ ഇപ്പം അതിൻ്റെ പ്രാക്ടീസസും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ അറിയാം ഇല്ലേ, ഗ്യാപ്പ് വിടാതെ നമുക്ക് ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും. സോ ഞങ്ങൾ അസൈൻമെൻറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയതാണ് ഗൈസ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. ഇപ്പം നമ്മൾ തിരിച്ച് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പോവാണ്. നമ്മള് എന്താ പറയാൻ പറ്റും, ചുമ്മാ ക്യാൻറ്റീൻ വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ. തിരിഞ്ഞ് ക്യാൻറ്റീനിൽ വന്നിരിക്കുന്നു. കയ്യിൽ 5 പൈസ ഇല്ല. നമ്മളിങ്ങനെ ക്യാൻറ്റീനിൽ ചുമ്മാ ഇരിക്കണം. ഓരോരുത്തർ കഴിക്കണം. കാണുന്നു, വെള്ളമിറക്കുന്നു, നമ്മളിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഗൈസ് ഏകദേശം കുറച്ച് ഡെക്കറേഷനൊക്കെ നടന്നിട്ടുണ്ട്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഞാൻ ചെയ്തതല്ല, ചുമ്മാ കാണിച്ചത്. കണ്ടിട്ട് പോകും. നമ്മളിത് ചെയ്യാൻ വിളിച്ച് ഇവർ വേറെ ഇവിടെ കറങ്ങി നടന്ന് ക്യാൻറ്റീനിൽ വന്നിരുന്നു. വീണ്ടും പോയി. നല്ല ഉറക്കം ഗൈസ്. ഗുഡ് നൈറ്റ്.
സോ ഗായ്സ് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നാളത്തോടെ ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ പൂർത്തിയാവും ഗായ്സ്. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.